ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി ഭാരതത്തിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഡോക്ടർ എസ് ജയശങ്കർ ഇപ്പോൾ റഷ്യ സന്ദർശനത്തിലാണ്. റഷ്യൻ ഗവൺമെന്റ് പുറത്തുവിട്ടിരിക്കുന്ന ഈ വീഡിയോയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയെ സ്വീകരിക്കുവാനെത്തുന്ന വ്ളാഡിമിർ പുടിൻ അങ്ങേയറ്റം പ്രസന്നവദനായി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ബോഡി ലാംഗ്വേജിൽ നിന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായുള്ള കണ്ടുമുട്ടലിൽ പുടിൻ എത്ര സന്തോഷവാനാണ് എന്ന കാര്യം വ്യക്തമാണ്. സാധാരണ ഇത്തരത്തിൽ ഒരു രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രിയെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് കാണേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഇന്ത്യയുടെ അത് അജിത് ദോവലായാലും ശ്രീ എസ് ജയശങ്കർ ആയാലും പുടിൻ എപ്പോഴും ഇത്തരത്തിൽ പ്രോട്ടോകോൾ ലംഘിക്കുകയാണ് പതിവ്. വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം അതുതന്നെയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ റഷ്യയിലെത്തുവാനുള്ള പ്രധാന കാരണവും. അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വ്ളാഡിമിർ പുടിൻ നമ്മുടെ ഭാരതത്തിലെത്തും. അതിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾക്കായി എന്നുവെച്ചാൽ പുടിൻ ഇന്ത്യയിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ചർച്ച നടക്കേണ്ടത്, എന്തൊക്കെ ഉടമ്പടികളിലാണ് ഒപ്പുവെക്കേണ്ടത്, ഏതൊക്കെ മേഖലകളിലാണ് ഇരു രാജ്യങ്ങൾക്കും ഒരുമിച്ച് മുന്നേറാൻ കഴിയുക, അതേപ്പറ്റിയൊക്കെ സന്ദർശനത്തിന് മുമ്പായി തന്നെ ഒരു ധാരണയിലെത്തുവാൻ വേണ്ടിയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും തന്റെ ടീമും ഇപ്പോൾ റഷ്യയിലെത്തിയിരിക്കുന്നത്. ബേസിക്കലി രാജ്യത്തിന്റെ തലവന്മാർ അവസാനം കണ്ടുമുട്ടുമ്പോൾ ജസ്റ്റ് ഒപ്പുവെച്ചാൽ മാത്രം മതിയാവും. അതുവരേക്കും കാര്യങ്ങളെ അതിന്റെ ഫൈനൽ സ്റ്റേജിൽ വരെ എത്തിക്കുക എന്നത് ഇവരുടെ ചുമതലയാണ്. ഇത്തരത്തിൽ നടക്കുന്ന ചർച്ചകളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം റഷ്യ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇന്ത്യയും റഷ്യയും ചേർന്ന് ഒരു ഇന്റർനാഷണൽ പേയ്മെന്റ് സിസ്റ്റത്തെ നിർമ്മിക്കും എന്നതാണ്. നിലവിൽ നമുക്കറിയാം റുപ്പി റൂബൽ ട്രേഡ് വഴിയാണ് ഇരു രാജ്യങ്ങളും ട്രേഡ് നടത്തുന്നത്. ഇനി സ്വിഫ്റ്റ് പേയ്മെന്റ് സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറി ഇത്തരത്തിലൊരു പുതിയ പേയ്മെന്റ് സിസ്റ്റം നിർമ്മിക്കുവാൻ നാം ശ്രമിച്ചാൽ പാശ്ചാത്യ രാജ്യങ്ങൾ അതിന് സമ്മതിക്കുമോ? ശേഷം ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തിനെ നേരിടുവാൻ എന്താണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തയ്യാറാണോ? കൂടാതെ ഈ ചർച്ചകളിൽ ഒരുപക്ഷെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് നോർത്തേൺ സീ റൂട്ട് എന്നത്. ആർട്ടിക്കിൽ മഞ്ഞുരുകി രൂപം കൊള്ളുന്ന നോർത്തേൺ സീ റൂട്ടിനെ എക്സ്പ്ലോർ ചെയ്യുവാൻ മറ്റൊരു രാജ്യത്തെയുമല്ല, ഒരിക്കലും തങ്ങളുടെ നാഷണൽ ഇൻട്രസ്റ്റിന് എതിരായി നിൽക്കാത്ത ടൈം ടെസ്റ്റഡ് പാർട്ണറായ ഇന്ത്യയെ മാത്രമാണ് റഷ്യ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ആർട്ടിക് ഷെൽഫിലും ഫാർ ഈസ്റ്റ് റീജിയനിലും ഒക്കെയുള്ള എനർജി സോഴ്സസിനെയും ഇരു രാജ്യങ്ങളും എക്സ്പ്ലോർ ചെയ്യും. അതേപ്പറ്റിയൊക്കെ വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. എന്നാൽ അതിനു മുമ്പായി അനുദിനം വർദ്ധിച്ചു വരുന്ന ഇന്ത്യ US ടെൻഷൻസിനിടെ റഷ്യയിൽ എത്തിയിരിക്കുന്ന നമ്മുടെ വിദേശകാര്യമന്ത്രിയോട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാധ്യമങ്ങൾ ആ സുപ്രധാനമായ ചോദ്യം ചോദിച്ചു. Нашими странами или США таким способом пытаются заставить Индию подписать торговое соглашение на более выгодных для них условиях? Спасибо. അപ്പോൾ വെൽക്കം ടു വേൾഡ് സ്റ്റഡീസ്. റഷ്യൻ മീഡിയ ഇവിടെ ചോദിക്കുകയാണ്, ഡൊണാൾഡ് ട്രംപും US ഗവൺമെന്റും ഇപ്പോൾ റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നു എന്ന കാരണത്താൽ ഭാരതത്തെ ടാർഗറ്റ് ചെയ്യുന്നു, എന്തിനേറെ സാങ്ഷൻസിനെ പറ്റി വരെ പറയുന്നു. താങ്കൾക്ക് ഇതേപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന്? I don't want to comment on a person, but let me comment on the subject. തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം ഈ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. കാരണം ട്രംപിന്റെ ഇമേജ് എന്നത് അത്രത്തോളം തരം താഴ്ന്നു പോയിരിക്കുന്നു. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ട്രംപ് ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയും. അതുകൊണ്ട് ഇത്തരത്തിൽ അൺപ്രഡിക്റ്റബിൾ ആയ ഒരു വ്യക്തിയെപ്പറ്റി ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. അതേസമയം ഓവറോൾ US ഗവൺമെന്റിന്റെ പോളിസികളെ പറ്റി നമുക്ക് സംസാരിക്കാം എന്നതാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ നിലപാട്. We are not the biggest purchasers of Russian oil. That is China. We are not the biggest purchasers of Russian LNG. I'm not sure, but I think that is the European Union. We are not the country which has the biggest trade surge with Russia after 2022. I think there are some countries to the south. We are a country where actually the Americans said for the last few years that we should do everything to stabilize the world energy markets, including buying oil from Russia. Incidentally, we also buy oil from America, and that amount has been increasing. So, quite honestly, we are very perplexed. I am perplexed എന്ന് വെച്ചാൽ മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് വലിയ ആശയക്കുഴപ്പത്തിലാണ് എന്ന്. അതായത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറയുകയാണ്, ഇക്കാര്യത്തിൽ അമേരിക്കൻ പോളിസി എന്താണ് എന്ന് എനിക്ക് തീർത്തും മനസ്സിലാകുന്നില്ല എന്ന്. ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുന്നു, അതിനെ ബാലൻസ് ചെയ്യുവാൻ റഷ്യൻ ഓയിൽ വാങ്ങണമെന്ന് പറഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് US തന്നെയാണ് നമ്മളെ സമീപിച്ചിരുന്നത്. അതനുസരിച്ച് നാം റഷ്യൻ ഓയിൽ ഇത്തരത്തിൽ വാങ്ങിക്കൊണ്ടേയിരുന്നു. അതേസമയം ഞാനൊരു കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കട്ടെ. ഇത്തരത്തിൽ റഷ്യയുടെ കയ്യിൽ നിന്നും മാത്രമല്ല, ഈ പറയുന്ന അമേരിക്കയുടെ കയ്യിൽ നിന്നും നാം ഓയിൽ വാങ്ങിക്കാറുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം അതല്പം വർദ്ധിക്കുകയും ചെയ്തു. കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില തുടർച്ചയായി കുറയുന്നു എന്നതാണ്. എന്നാൽ ഇത് അധികകാലത്തേക്കൊന്നും ഉണ്ടായിരിക്കില്ല. വരാൻ പോകുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം ആരംഭിക്കുന്നതോടെ ഇതെല്ലാം ഉടൻ തന്നെ കീഴ്മേൽ മറിയും. ഇന്ത്യ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റഷ്യൻ ഓയിലിന്റെ ഇമ്പോർട്ടർ ആണോ? അല്ല. ഏറ്റവും കൂടുതൽ റഷ്യയുടെ LNG വാങ്ങിക്കുന്നത് നമ്മളാണോ? അത് യൂറോപ്യൻ യൂണിയൻ ആണ്. റഷ്യയുമായി ഏറ്റവും അധികം ട്രേഡ് നടത്തുന്നത് നമ്മളാണോ? അതുമല്ല. എന്നിട്ട് നിങ്ങൾ ഈ ഒരൊറ്റ രാജ്യം കാരണമാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാത്തത്, ഇന്ത്യ യുക്രൈൻ വാറിനെ സ്പോൺസർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും മനസ്സിലാകുന്നില്ല. ഇന്ത്യ ഈസ് വെരി ക്ലൂലെസ്. വി ആർ റിയലി പെർപ്ലക്സ്.
കോണ്ടെക്സ്റ്റ്. നമ്മൾ ചർച്ച ചെയ്യുന്ന ഇതേ കാര്യം തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ പാർട്ടിയിലെ പല നേതാക്കളും എന്നല്ല അമേരിക്കയിൽ അല്പമെങ്കിലും ജിയോ പൊളിറ്റിക്സിനെ മനസ്സിലാക്കുന്ന ഏവരും തന്നെ പറയുന്നത്. ഇന്ത്യക്ക് മേൽ അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് ട്രംപ് നടത്തുന്നത് ഒരു വലിയ സ്ട്രാറ്റജിക് ഡിസാസ്റ്റർ തന്നെയാണ്. ഇന്ത്യ USA മുഖ്യ എതിരാളിയായ ചൈനയുടെ സപ്ലൈ ലൈനിൽ നിന്നും മാറുന്നതിന് USA സഹായിക്കുന്ന ഒരു ഡെമോക്രാറ്റിക് പാർട്ട്ണറാണ്. ഇന്ത്യ US ബന്ധങ്ങൾ ഇത്തരത്തിൽ തകർത്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്ന ഈ ജിയോ പൊളിറ്റിക്കൽ ബ്ലണ്ടറിൽ USAക്ക് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്ന ലോങ് ടൈം ഇമ്പാക്ട് എന്നത് വളരെ വലുതായിരിക്കുമെന്ന്. ഇനി ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ റഷ്യ സന്ദർശനത്തിനോടനുബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. ഇത്തരത്തിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിലും അതിൽ മുഖ്യമായ വിഷയങ്ങളിൽ ഒന്നാണ് ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിർമ്മിക്കുന്ന ഒരു പുതിയ പേയ്മെന്റ് സിസ്റ്റം എന്നത്. നിലവിൽ നമുക്കറിയാം റഷ്യയെ സ്വിഫ്റ്റ് പേയ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും പുറത്താക്കിയതിനാൽ ഇപ്പോൾ റഷ്യയുമായി റുപ്പി റൂബൽ ട്രേഡാണ് നടക്കുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് റുപ്പിയിൽ അതിന്റെ പേയ്മെന്റ് നൽകും. പകരം റഷ്യക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ റഷ്യൻ കറൻസിയായ റൂബൽ ഇന്ത്യക്ക് നൽകും. എന്നാൽ അത്തരത്തിലുള്ള പേയ്മെന്റ് സിസ്റ്റം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയൊരു ട്രേഡ് ഡെഫിഷ്യറ്റ് നിലനിൽക്കുമ്പോൾ അത് അത്ര പ്രാവർത്തികമല്ല എന്നതാണ്. റഷ്യയും ചൈനയുമായി അത്തരത്തിലൊരു പ്രശ്നമില്ല. എന്നാൽ ഇന്ത്യയുമായി വലിയൊരു ട്രേഡ് ഡെഫിഷ്യറ്റ് നിലവിലുള്ളതിനാൽ റഷ്യക്ക് ഇത് ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്നൊക്കെ മാറി ഒരു പുതിയ പേയ്മെന്റ് സിസ്റ്റം ഇരു രാജ്യങ്ങളുടെയും ഇടയിൽ നിർമ്മിക്കുവാൻ റഷ്യ താല്പര്യപ്പെടുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യ ഇപ്പോൾ മുൻപത്തേതിനേക്കാളും അധികം എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് ട്രംപ് ഇന്ത്യക്ക് മേൽ റഷ്യൻ ഓയിലിന്റെ പേരിൽ അഡീഷണൽ താരിഫിന് ഏർപ്പെടുത്തിയപ്പോൾ റഷ്യ പകരമായി ഇന്ത്യക്ക് അഡീഷണൽ 5% ഡിസ്കൗണ്ട് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഇന്ത്യ വാങ്ങിക്കൂട്ടുന്ന ഈ എണ്ണയ്ക്കുള്ള പേയ്മെന്റ് എങ്ങനെ റഷ്യക്ക് നൽകും? സ്വിഫ്റ്റ് പേയ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും റഷ്യയെ പുറത്താക്കിയതിനാൽ ഡോളറിൽ വിനിമയം ചെയ്യാൻ പറ്റില്ല. നിലവിൽ ഇന്ത്യ കൊടുക്കുന്ന റുപ്പിയുമായി റഷ്യക്ക് കാര്യമായി ഉപയോഗമൊന്നുമില്ല. റുപ്പി ഒരു ഗ്ലോബൽ കറൻസി ഒന്നുമല്ലാത്തതിനാൽ നിലവിൽ ആ പണം തിരിച്ച് ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് റഷ്യ ഇപ്പോൾ ചെയ്യുന്നത്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിനിമയം സുഗമമാക്കുന്നതിനായി നടത്തുന്ന ട്രാൻസാക്ഷനിൽ തുല്യമായ ഗുണമുണ്ടാകുന്നതിനായി പുതിയൊരു പേയ്മെന്റ് സിസ്റ്റത്തെ നിർമ്മിക്കുന്നതിനെ പറ്റിയാണ് റഷ്യ പറയുന്നത്. ഇത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്ന് അറിയില്ല. കാരണം സ്വിഫ്റ്റ് പേയ്മെന്റ് സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറി പുതിയൊരു സിസ്റ്റം ഇത്തരത്തിൽ നിർമ്മിക്കുമ്പോൾ വെസ്റ്റേൺ സാങ്ഷൻസ് എപ്പോഴും ഒരു വെല്ലുവിളി തന്നെയാണ്. ഇതിൽ രണ്ടാമത്തെ സുപ്രധാനമായ കാര്യം എന്തെന്നാൽ നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ് മൂലം ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചർ ഉയരുകയാണ്. അതുകൊണ്ട് ഭൂമിയുടെ ധ്രുവങ്ങളിൽ മഞ്ഞുമലകൾ വൻതോതിൽ ഉരുകി ഇല്ലാതാകുകയാണ്. ഇത് തീർച്ചയായും ചില രാജ്യങ്ങൾക്ക്, ഉദാഹരണത്തിന് മാൽഡീവ്, ശ്രീലങ്ക, സീഷെൽസ് പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു ഭീഷണി തന്നെയാണ്. എന്നാൽ ചില രാജ്യങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരവുമുണ്ട്. അത്തരത്തിലൊരു രാജ്യമാണ് റഷ്യ. ആർട്ടിക് റീജിയണിൽ ഭൂമിയുടെ ഉത്തരധ്രുവത്തിൽ മഞ്ഞുരുകുന്നതോടെ റഷ്യയോട് ചേർന്ന് ഉടൻ തന്നെ ഒരു പുതിയ ഗ്ലോബൽ ഷിപ്പിംഗ് റൂട്ട് ഉടലെടുക്കും. അതായത് നിലവിലിപ്പോൾ ജപ്പാനിൽ നിന്ന് നെതർലൻഡ്സിലെ റോട്ടർഡാം വരെ പോകണമെങ്കിൽ ഇതുവഴി സൗത്ത് ചൈന സീ പിന്നിട്ട് മലാക്ക സ്ട്രേറ്റ് വഴി സൂയിസ് കനാലും താണ്ടി ഇവിടെ എത്തണം. എന്നാൽ ഇത്തരത്തിലൊരു പുതിയ ഷിപ്പിംഗ് റൂട്ട് ഇപ്പോൾ നിലവിൽ വരുന്നതോടെ ഈ യാത്ര അതിന്റെ പകുതിയിൽ കുറവ് സമയം കൊണ്ട് പൂർത്തിയാക്കാനാവും. റഷ്യ എന്നാൽ അത്തരത്തിൽ നിലവിൽ വരാൻ പോകുന്ന ഷിപ്പിംഗ് റൂട്ടിനെ എക്സ്പ്ലോർ ചെയ്യുവാൻ, വികസിപ്പിക്കുവാനായി ചൈനയെ പോലുള്ള മറ്റേതെങ്കിലും രാജ്യങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, തങ്ങളുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിക്ക്, സെക്യൂരിറ്റിക്ക്, നാഷണൽ ഇൻട്രസ്റ്റിന് ഭീഷണിയാകാത്ത ഒരു രാജ്യം തന്നെ അതിന് വേണമെന്നത് റഷ്യക്ക് നിർബന്ധമായിരുന്നു. അതുതന്നെയാണ് ടൈം ടെസ്റ്റഡ് പാർട്ട്ണറായ ഇന്ത്യയെ അവിടേക്ക് ക്ഷണിക്കുവാനുള്ള കാരണവും. മാത്രവുമല്ല റഷ്യയുടെ ഈ ആർട്ടിക് റീജിയൻ എന്നത് ഫോസിൽ ഇന്ധനങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. അതിനെ എന്നാൽ ഖനനം ചെയ്തെടുക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതിൽ വലിയ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. അതിനായി ഇന്ത്യൻ കമ്പനികളെ അങ്ങോട്ട് ക്ഷണിക്കുക കൂടിയാണ് റഷ്യ ഇവിടെ ചെയ്യുന്നത്. ഇരു രാജ്യങ്ങളും ഒരുമിച്ച് ഇതിനെ ഖനനം ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ മുഴുവൻ എനർജി നീഡ്സിനെയും പൂർത്തീകരിക്കുവാൻ ഇത് ധാരാളമായിരിക്കും. എന്തായാലും ഇതേപ്പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. പുടിൻ ഇന്ത്യയിൽ എത്തുന്നതോടെ ഇതേക്കുറിച്ചുള്ള ഒരു അന്തിമ തീരുമാനം നമുക്ക് അറിയുവാൻ സാധിക്കും. ഈ വിഷയത്തിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വരാം പുതിയൊരു വീഡിയോയുമായി. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.